അമ്മമാരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഡയപ്പർ റാഷ്. ഡയപ്പർ കെട്ടിയ ഏരിയയിൽ ഉണ്ടാവുന്ന ചുവന്ന നിറത്തിലുള്ള ചൊറിച്ചിൽ, അതുപോലെ തന്നെ തരിതരിയായിട്ടുള്ള റാഷും കാണുന്നതിനെയാണ് ഡയപ്പർ റാഷ് എന്ന് പറയുന്നത്. ഇതിനുള്ള പ്രതിവിധി എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡയപ്പർ റാഷ് പ്രിവെന്റ് ചെയ്യാനുള്ള ക്രീമുകൾ പുരട്ടിയതിനു ശേഷം കുട്ടിയെ ഡയപ്പർ ധരിപ്പിക്കുക. രണ്ട്, ഡയപ്പർ റാഷ് ഉള്ള ഒരു കുട്ടിയെ ഡയപ്പർ ഇല്ലാതെ 1-2 മണിക്കൂർ ഫ്രീ ആയിട്ട് കാറ്റൊക്കെ തട്ടുന്ന രീതിയിൽ വിടുക. മൂന്ന്, കഴിയുന്നതും ക്ലോത്ത് ഡയപ്പർ അഥവാ തുണി കൊണ്ടുള്ള ഡയപ്പർ ഒഴിവാക്കുക. കാരണം ക്ലോത്ത് ഡയപ്പറിന് മൂത്രം അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. ഇൻ കേസ് ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്കിടക്ക് നനവുണ്ടോ മൂത്രം ഒഴിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. ഒരു ഡയപ്പർ ഏകദേശം 4 മണിക്കൂർ മാത്രമേ കെട്ടിക്കൊടുക്കാവൂ. കാരണം കുട്ടികൾ 1.5 മണിക്കൂർ കൂടുമ്പോൾ മൂത്രമൊഴിക്കും. ഓരോ ഡയപ്പറിന്റെയും അബ്സോർപ്ഷൻ കപ്പാസിറ്റി അതിൽ എഴുതിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ ആ ഡയപ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇൻ കേസ് ഡയപ്പർ റാഷ് വന്നിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ടും മാറിയില്ലെങ്കിൽ അത് സെക്കൻഡറി ഇൻഫെക്ഷനിലേക്ക് പോയേക്കാം. അതായത് ഈസ്റ്റ്, ഫംഗസ്, ബാക്ടീരിയ എന്നിവ ഡയപ്പർ റാഷിന്റെ മുറിവിലൂടെ കയറുകയും അത് കാരണം മുറിവിൽ നിന്ന് പഴുപ്പും നീരും വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിർബന്ധമായും ഡോക്ടറെ കാണിക്കേണ്ടതാണ്.